ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞുതരാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ സെറ്റിങ്ങിലൊക്കെ പോയിട്ട് പല കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളൊരു കാര്യം ചേഞ്ച് ചെയ്തതിന് ശേഷം അത് എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് നമ്മൾ മറന്നു പോകാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ആ ചേഞ്ച് ചെയ്ത കാര്യം നമുക്ക് വീണ്ടും പഴയ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ ആ ഒരു സെറ്റിങ്ങിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയതെന്നും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തതെന്നും പലപ്പോഴും നമ്മൾ ഓർത്തിരിക്കാറില്ല. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമുക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്റ്റെപ്പൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെയുള്ളൊരു സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഒരു മെത്തേഡാണ്. അതായത് നമ്മൾ ഓരോ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ സ്ക്രീൻ റെക്കോർഡ് ആവുന്ന രീതിയിലാണ്, സ്ക്രീൻ ക്യാപ്ചർ ആവുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ കൂടെ സ്ക്രീൻ ക്യാപ്ചർ ആവുകയും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആ ഒരു റെക്കോർഡിങ്ങിൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ താഴെയായിട്ട് നമുക്ക് ഏതൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് എഴുതി കാണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. അപ്പം ഈ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആർക്കും അങ്ങനെ അറിയാവുന്ന ഒരു രീതിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കീബോർഡിൽ വിൻഡോസ് കീ പ്ലസ് 6 ഒന്ന് പ്രസ് ചെയ്യാം. വിൻഡോസ് കീ പ്ലസ് 6 പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും, നമുക്ക് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരിക. അവിടെ നമുക്കിവിടെ PSR എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം, ചിലവർക്ക് അവിടെ PSR എന്ന് ഓൾറെഡി ഉണ്ടാവും, ഇല്ലാത്തവരവിടെ PSR എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇത് ഓപ്പൺ ആയി വരുന്നതാണ്. അതിനകത്ത് നമുക്കിവിടെ സ്റ്റാർട്ട് റെക്കോർഡർ എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാർട്ട് റെക്കോർഡർ എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്തിടാവുന്നതാണ്. അതിനുശേഷം നമ്മളിപ്പം എവിടെ ക്ലിക്ക് ചെയ്താലും, ഞാനിപ്പോൾ ഒന്ന് സെറ്റിങ്ങിലേക്ക് പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ സെറ്റിംഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കളയുന്നു. അതിനുശേഷം താഴെ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് ഓപ്ഷനിൽ പോയതിന് ശേഷം അതൊന്ന് നമുക്ക് സ്റ്റോപ്പ് റെക്കോർഡിങ് കൊടുക്കാവുന്നതാണ്. സ്റ്റോപ്പ് റെക്കോർഡിങ് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ലോഡായി വരുന്നതായിരിക്കും. ഓക്കെ, ഇതിപ്പം ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ലോഡായി വന്നതിന് ശേഷം നമുക്കിവിടെ കാണാവുന്നതാണ്, നമ്മൾ ചെയ്ത ഓരോ സ്റ്റെപ്പും നമുക്കിവിടെ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ കാണാവുന്നതാണ് നമ്മൾ ഏതൊക്കെയാണ് ക്ലിക്ക് ചെയ്തേക്കുന്നതെന്ന് വരെ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു സെറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ മുമ്പ് റെക്കോർഡ് ചെയ്ത ആ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ഈ ഒരു സെറ്റിംഗ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മൾ പലപ്പോഴും പല സെറ്റിങ്ങുകളും നമ്മുടെ കമ്പ്യൂട്ടറിൽ മാറ്റിയിടാറുണ്ട്. അതിനുശേഷം ചിലപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്തതെന്ന് മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു സെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും മറന്നു പോകത്തില്ല. അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇതെടുത്ത് റെഫർ ചെയ്തതിന് ശേഷം നമുക്ക് ആ സെറ്റിങ്ങിൽ വീണ്ടും എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പം നമുക്കിവിടെ സേവിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് നമ്മൾ സാധാരണ ഫയലുകളൊക്കെ സേവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഫയലും സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്